കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗജാനന്ദൻ ആകെപ്പാടം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം രേവതിയെ പ്രതീക്ഷ അങ്ങോട്ട് വന്നേ. പക്ഷെങ്കിൽ രേവതിയുടെ സ്ഥാനത്ത് സച്ചി. അങ്ങനെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇവനോ? അപ്പൊ ഇവൻ പോയെന്നാണല്ലോ തന്റെ ഗുണ്ടകൾ പറഞ്ഞ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ഗജാനന്ദൻ നിൽക്കുകയാണ്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, നീ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചല്ല അല്ലേടാന്ന് ചോദിക്കുകയാണ്. അത് കേട്ടൻ ഗജാനന്ദൻ പറഞ്ഞു, നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് ഇവിടെയല്ല, നിന്നെ ഞാനൊന്ന് നോക്കിയിരിക്കുമെന്ന് പറയണം. ഈ സമയത്ത് ഗജാനന്ദനും ഗുണ്ടകൾ ഒരുത്തം വന്ന് സച്ചിനെ അടിക്കാൻ തുടങ്ങുകയാണ്. സച്ചി അവന്റെ കർണം തീർത്ത് അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. കയ്യെ പിടിച്ച് വലിച്ചവനെ താഴേക്ക് അങ്ങോട്ട് വലിച്ചിട്ടു. പിന്നീട് ഗജാനന്ദന്റെ അടിയിലേക്ക് ചെല്ലുവാണ്. എനിക്കറിയായിരുന്നടാ നീ രേവതിക്ക് വേണ്ടി ഇങ്ങോട്ട് വരുമെന്ന്, രേവതിയെ കാണാൻ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാൻ ഇന്ന് പോകാതിരുന്നേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ കൊടുക്കുക ചെയ്തേ, നീ എന്നെ കൊടുക്കുകയല്ലേ ചെയ്തേന്ന് പറയാം. പിന്നീട് സച്ചി ഗജാനന്ദനെ എടുത്തിട്ട് അടിക്കുവാണ്. ഗജാനന്ദനും ഗുണ്ടകളൊക്കെ വന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും ആ മാർക്കിട്ടും കൊടുത്തു. അവസാനം ഒച്ചപ്പാടും ബഹളവും കേട്ട് കഴിഞ്ഞപ്പം താഴേന്ന് രേവതി അവരെല്ലാം കൂടെ ഓടി കയറി വരുവാണ്. രേവതി സ്ഥലത്തുമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച ഗജാനന്ദനെ ഗുണ്ടകളെയാണ് സച്ചി ഇടിച്ചൊരു ഇഞ്ചാപ്പാരിവാക്കി വെച്ചേക്കുക. പെട്ടെന്ന് വെച്ചു, എന്താ എന്താ സച്ചേട്ടാന്ന് ചോദിക്കണം. യുവമാര് ഇങ്ങോട്ട് കയറി വന്ന രേവതി വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ രേവതിയെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാണ്. ഈ സമയം രേവതിക്ക് നല്ല ദേഷ്യം വന്നു. ഒരു പക്ഷേങ്കിൽ സച്ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ്. ഒച്ചപ്പാടും ബഹളം കേട്ട് അയലങ്കാരെല്ലാം കൂടെ ഓടി വരുവാണ്. ഈ സമയത്ത് ഗജാനന്ദനോട് പറഞ്ഞു, നാണം ഇല്ലാതെ നിനക്ക്, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഗുണ്ടായസം കാണിക്കാനായിട്ട് നിനക്ക് കിട്ടിയതൊന്നും പോരേന്ന് ചോദിക്കുക. എത്ര കിട്ടിയാലും പഠിക്കാത്തവൻ, നാണമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാം ഗജാനന്ദനെ ആട്ടി വിടുവാണ്. ഗജാനന്ദ ആകെപ്പാടം നാണം കെട്ട് നിൽക്കുക. പിന്നീട് സച്ചി പറഞ്ഞു, ഒരു തവണത്തേക്ക് നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, മേലാല് ഈ വീടിന്റെ പടി കടന്നിട്ട് എന്റെ മുട്ടുകാല് തല്ലി പിടിച്ചാൽ നിന്നെ വിടുള്ളൂ, പോടാ അവിടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുവാണ്. അയലകത്തുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞു, എന്താണെങ്കിലും സച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. സച്ചിനെ ദൈവമായിട്ടാ ഈ സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്നങ്ങനെ സച്ചി പോയിട്ടുണ്ടായിരുന്നെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുന്നത്? കാരണം ഗജാനന്ദനെ പോലൊരു ഗുണ്ടകളെ എതിർത്തേക്കാളെ കഴിവൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് സച്ചി ഉള്ളത് നല്ലതെന്ന് പറയാണ്. പിന്നീട് അവരങ്ങോട്ട് പോവാം. ഈ സമയം വല്ലാത്ത സങ്കടമായിപ്പോയി ലക്ഷ്മിയമ്മയ്ക്ക്. ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ സച്ചി എന്നോട് ക്ഷമിക്കടാ എന്ന് പറയണ. അതൊന്നും കുഴപ്പമില്ലമ്മേ, അമ്മ എന്തിനാ എന്നോട് ക്ഷമ പറയുന്നേ? അല്ലാതെ പിന്നെ ഞാൻ നിന്നെ ആടിമാസം ആയതുകൊണ്ട് നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞ, പക്ഷെ എങ്കിൽ നീ പോയില്ല. പോകാതുകൊണ്ടല്ലേ ഗജാനന്ദനെ ഇപ്പം പിടികൂടാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിലോ ഞങ്ങളുടെ അവസ്ഥ എന്തായി തീർന്നതെന്ന് പറയാം. ഈ സമയം സച്ചി പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതെ, ഞാൻ യുവമാരെ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഗജാനന്ദന്റെ ഗുണ്ടകളെ. പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തിരികെ വീട്ടിലേക്ക് കയറിപ്പോന്നെ, പോവാതിരുന്നത്. എനിക്കറിയായിരുന്നു ഗജാനന്ദന്റെ ഗുണ്ടകളെ ഇന്ന് ഗജാനന്ദനോട് കാര്യങ്ങൾ പറയും, രേവതിയോട് വന്നിട്ടുണ്ടെന്ന്. പാടിമാസം ആയതുകൊണ്ട് ഞാൻ ഇവിടെ കാണില്ലെന്ന് അവന്മാര് വിചാരിച്ചിരുന്നേ. ഞാൻ രേവതിനെ കൊണ്ടുവിട്ട് വീട്ടിലേക്ക് പോകുന്നു കരുതി. അതുകൊണ്ടാണ് അവന്മാരിങ്ങനെ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. കൃത്യസമയത്തുള്ളതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ലോ. ഇനിയിപ്പൊ പേടിക്കണ്ട, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാം. രേവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. തന്റെ കാര്യത്തിൽ ഇത്രമാത്രം കെയർ ചെയ്തിരിക്കുന്നു. കാരണം വേറെ ആരാണെങ്കിലും ആ സമയത്ത് പോകത്തുള്ളൂ. ഇവിടെ സച്ചേട്ടൻ നിൽക്കുന്നതിന്റെ പേരിൽ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. ആടിമാസമാ, ഇനിയിപ്പം തന്റെ അമ്മായിമ്മ അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമെന്നും പറഞ്ഞ്. പക്ഷേങ്കിൽ സച്ചേട്ടൻ തനിക്ക് വേണ്ടിയിട്ടാ, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാ ഇപ്പൊ അടിയുണ്ടാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം രേവതി സച്ചിയുടെ തീർന്നിട്ട് പറഞ്ഞു, വാ എന്ന് പറയണ. വേണ്ട, നീ താഴെ പോയി കിടന്നോ, ഞാൻ ടെറസ് തന്നെ പോയി കിടന്നോളാന്ന് പറയണ. വേണ്ട, ഇനിയിപ്പൊ ടെറസിൽ കിടക്കണ്ടെന്ന് പറയണ. അതൊന്നും കുഴപ്പമില്ല, നീ പോയി കിടന്നോളാൻ പറയണ. പിന്നീട് സച്ചി ടെറസിലേക്ക് പോവാണ്. ഈ സമയത്ത് രേവതി ശരത്തെല്ലാരും കൂടെ താഴേക്ക് ഇറങ്ങി വരിക. രേവതി പറഞ്ഞു, ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായല്ലോ, ഇന്നിപ്പൊ സച്ചേട്ടൻ പോയായിരുന്നെങ്കിലോ, ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ധൃതിയായിരുന്നല്ലോ. ദേവോട് ശരിയാ, അമ്മ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് സച്ചേട്ടനെ പറഞ്ഞു വിടാനായിട്ട്. എങ്ങാനും സച്ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രേവതി ചേച്ചിയുടെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായി തീർന്നേനും. അവനെപ്പോൾ ഒരു ഗുണ്ട വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എതിർത്തേക്കാൻ പറ്റത്തോ? ഒരു കാരണവശാലും എതിർത്തേക്കാൻ പറ്റില്ല. എത്ര സമയം എന്ന് വെച്ചാ. ഈ സമയം ശരത്ത് പറഞ്ഞു, സച്ചേട്ടനെ ഉള്ളതുകൊണ്ടാ, ഇല്ലേ കാണിച്ചു കൊടുക്കാറ് ഞാൻ അവനെന്ന് പറയാം. ദേവ് പറഞ്ഞു, നീ എന്ത് ചെയ്യാൻ പോ? പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയാം. പിന്നെ വായിട്ട് അലിക്കാൻ പറ്റും, അയാളുടെ ഗുണ്ടകളെടുത്ത് പിടിച്ചിരിക്കാനും നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാനാ. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, വാ വന്ന് കിടക്കാൻ പറയാണ്. അങ്ങനെ കിടക്കുവാണ്, എല്ലാരും കൂടെ കിടക്കുവാണ്. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പതിവ് പോലെ നടക്കാൻ പോവാണ്. ഈ സമയത്ത് അശോകനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് പോവാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ പെൻഷൻ തുക കിട്ടുമായിരിക്കും എന്ന് പറയാം. അശോകൻ പറഞ്ഞു, അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ, അത്യാവശ്യം കടങ്ങളൊക്കെ വീട്ടാൻ പറ്റില്ല സച്ചിയുടെ എന്ന് ചോദിക്കാം. അതെ, അവന് പൈസ കൊടുക്കണം, അങ്ങനെ അവന്റെ കുറച്ച് കടങ്ങളൊക്കെ വീട്ടണമെന്ന് പറയാം. അങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവരെ കാഴ്ച കാണുന്നത്. അവരുടെ അരിയിലേക്ക് മധുസൂദനും
ഭാര്യ മഹിമയും കൂടെ വരുന്നത്. ഇതാരാ വരുന്നേന്ന് നോക്കിയേ രവി, ഇതെങ്ങ് നോക്കിയെന്ന് പറയണം. ഇവറ്റുകൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? ആർക്കറിയാം, ഇനിയിപ്പൊ അടുത്ത് എന്തേലും അടവായിട്ട് വരുന്നതാണെന്ന് പറയാൻ പറ്റില്ല. പെൻഷൻ തടഞ്ഞു വെച്ചതും പോരാ, ഇനി എന്തേലും നമ്പറായിട്ട് വരുന്നതാണോ? ഈ സമയം മധുസൂദനൻ അങ്ങോട്ട് അടുത്ത് വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു, അതെ എനിക്ക് അല്പം സംസാരിക്കാണെന്ന് പറയാം. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നും ഇല്ല, പ്രത്യേകിച്ച് പറഞ്ഞല്ലോ. നിങ്ങൾ പെൻഷൻ തുക തടഞ്ഞു വെച്ചു, അതിന്റെ പേര് ഞാൻ കേസ് ഫയൽ ചെയ്തു. എനിക്ക് അനുകൂലമായിട്ട് വിധിയും വന്നു. ഇനിയിപ്പം അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ലെന്ന് പറയാം. പെട്ടെന്ന് രവീന്ദ്രനോട് മധുസൂദനൻ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചല്ല സംസാരിക്കാനുള്ളത്. പിന്നെയോ? എനിക്ക് നിങ്ങളുടെ മോനെക്കുറിച്ചാണ് പറയാനുള്ളതെന്ന് പറയാം. മോനെക്കുറിച്ച് ആര്? സച്ചിനെ കുറിച്ചോ? സച്ചിനെ കുറിച്ചല്ല. നിനക്ക് ശ്രീകാന്ത് പറയുന്നൊരു മോനില്ലേ? നിൽക്കും ഉണ്ട്, ശ്രീകാന്തന്റെ ഇളയ മോന. എനിക്ക് അവനെക്കുറിച്ചാണ് പറയാനുള്ളതെന്ന് പറയും. അവനെക്കുറിച്ചോ? അവനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അവന്റെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് പറയും. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അവന്റെ സ്വഭാവം ശരിയോ തെറ്റോ അതിപ്പോ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, ഞാൻ നോക്കിയാ പോരെന്ന് പറയണം. അത് നിങ്ങൾ മാത്രം അന്വേഷിച്ചിട്ട് കാര്യമില്ല, എന്റെ മോളുടെ പുറകെ അവൻ നടക്കണേന്ന് പറയാ. നിങ്ങളുടെ മോളെ പറയാ? അതെ, എന്റെ മോളുടെ പുറകെ തന്നെ അവൻ നടക്കുന്നേ. അവളെ ശല്യം ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങളുടെ അരിയിലേക്ക് വന്നേന്ന് പറയാം. ഇത് കേട്ട രവീന്ദ്രൻ പറഞ്ഞു, എന്റെ മോൻ അത്രക്കാരനൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് വേണേ ആള് മാറിപ്പോയതായിരിക്കും എന്ന് പറയാം. എനിക്ക് ആള് മാറിയിട്ടൊന്നുമല്ല. അന്ന് റിട്ടയർമെന്റ് ഫംഗ്ഷന് സമയത്ത് ഞാൻ അവനെ കണ്ടതല്ലേ. നിങ്ങളുടെ മോൻ തന്നെയാ അത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ എന്റെ മോളുടെ പുറകെ നടന്ന് ശല്യം ചെയ്തേക്കല്ലെന്ന് അവനോട് പറയണം. അങ്ങനെ എങ്ങാനും നടന്ന് ശല്യം ചെയ്തോണ്ടല്ലോ, പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതിന് രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് ഇത് വന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അത് നിങ്ങളുടെ മോളോട് എന്ന് പറ. നിങ്ങളുടെ മോളെ അല്ലേ മര്യാദയ്ക്ക് നിർത്തണ്ടേ, അല്ലാതെ എന്റെ മോനെ കുറിച്ച് വന്ന് കംപ്ലൈന്റ് പറയുകയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പെട്ടെന്ന് മധുസൂദനൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ഇതെല്ലാം ഇതിലപ്പുറം കാണിക്കുന്ന നിങ്ങളുടെ മോനെ നിങ്ങൾ മനഃപൂർവ്വം പറഞ്ഞു വിട്ടിരിക്കുന്നല്ലേന്ന് ചോദിക്കും. എന്നോട് പകരം വീട്ടാനായിട്ട്. രവീന്ദ്രൻ പറഞ്ഞു, അതെ ആ സ്വഭാവം ഒന്നും എനിക്കില്ല. പറഞ്ഞു കേട്ടോ, അതൊക്കെ നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭാഷോ നമുക്ക് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിരിഞ്ഞു നടക്കുവാണ്. പെട്ടെന്നാണ് മഹിമ അങ്ങോട്ട് വന്നത്. മഹിമ എന്നിട്ട് പറഞ്ഞു, അതെ പോകാൻ പറ്റ, അവിടെ നിൽക്കാൻ പറയാണ്. എന്താ? നിങ്ങളുടെ മോനോട് മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞു, പക്ഷെ അവൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മോനെ ഞങ്ങളുടെ മോളുടെ കൂടെ പറഞ്ഞു വിട്ടേക്കെന്ന് മനസ്സിലായി. ഞങ്ങളുടെ സ്വത്തും പണമൊക്കെ കണ്ടിട്ടില്ലേ, ഒറ്റ മോളാന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ. സ്വത്തും പണമൊക്കെ അടിച്ചെടുക്കാനുള്ള നിങ്ങളുടെ വിദ്യ കൊള്ളാം, ആ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ആർക്ക് വേണം നിങ്ങളുടെ സ്വത്തും പണമൊക്കെ? അതെ, നിങ്ങൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും നിങ്ങളുടെ സ്വത്തും പണവും കണ്ടിട്ടാന്ന്. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല് മാത്രമാണെന്ന് പറയണം. ഈ സമയം അശോകൻ പറഞ്ഞ്, അതെ സ്വത്തിനോടും പണത്തോടൊന്നും ആർത്തിയുള്ള ആളല്ല രവിയേട്ടൻ, അറിയാവോ? രവിയേട്ടന്റെ പെൻഷൻ തുകയല്ല, PF കിട്ടിയ എമൗണ്ടും കൊണ്ട് ഒരു പെണ്ണ് കടന്നു കളഞ്ഞ ഒന്നും രണ്ടുമല്ല 50 ലക്ഷം രൂപയും കൊണ്ട് കടന്നു പോയതാ. എന്നിട്ട് പോലും രവിയേട്ടൻ അതൊക്കെ സഹിച്ചു. പിന്നെയല്ലേ ഇപ്പൊ നിങ്ങളുടെ പെണ്ണിന്റെ പുറകെ വന്ന് നിങ്ങളുടെ പെണ്ണിന്റെ പൈസ അടിച്ച് മാറ്റാനായിട്ട് മോനോട് പറഞ്ഞു വിടുന്നേ. അതൊക്കെ നിങ്ങൾ വെറും തോന്നല് മാത്രമെന്ന് പറയണം. ഇത് കേട്ടത് മഹിമ പറഞ്ഞു, ഓഹോ അപ്പൊ ആ തുക പോയില്ലേ, അപ്പൊ അതിന് പകരമായിട്ടായിരിക്കും നിങ്ങൾ മോനെ നിങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുന്ന അല്ലേന്ന് ചോദിക്കുക. ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഇത് കേട്ടപ്പോ വെച്ചാൽ അനാവശ്യം നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നിങ്ങളുടെ മോനെ പോയി നേരെയാക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, കൂടുതലൊന്നും പറയാനില്ല. അതെ എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മോളെ ആദ്യം പോയി നന്നാക്കുക. പറഞ്ഞു കേട്ടല്ലോ, വാ അശോകാന്ന് പറഞ്ഞ അശോകന്റെ കൈയും പിടിച്ചങ്ങോട്ട് പോവാണ്. ഈ സമയം മഹിമ മധുസൂദനോട് പറഞ്ഞു, കണ്ടില്ലേ അയാളുടെ അഹങ്കാരം കണ്ടില്ലേ? നേർക്ക് നേരം സംസാരിച്ചു കണ്ടോ? നേരത്തെ ആണെങ്കിൽ നമ്മളെ കണ്ട ഓച്ചാണിച്ച് ചെന്നോണ്ടിരുന്ന, ഇപ്പൊ കണ്ടില്ലേ അവന്റെ അഹങ്കാരം? അതിങ്ങനെ പെൻഷൻ തുക കിട്ടാൻ പോലെ അതിന്റെ അഹങ്കാരം കാണിക്കുന്നതാന്ന് പറയാ. പോരാത്തേന് ആ സച്ചി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, എന്തിനും പോകുന്ന ഒരു ഗുണ്ടാ പോലെ ഒരുത്തന്, അവന്റെ ബലത്തിനായിരിക്കും ഇയാൾ കിടന്ന് കളിക്കണെന്ന് പറയാം. ഈ സമയം രവീന്ദ്രൻ മധുസൂദനൻ പറഞ്ഞു, ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയാണ്. പിന്നീട് രവീന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് ശ്രീകാന്ത് പുറത്തേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്നത്. പിന്നീട് ശ്രീകാന്തിനോട് ചോദിച്ചു, അല്ല നീ എന്താ അത്ര നേരത്തെ പോന്നേ? എനിക്കിച്ച് നേരത്തെ പോകണം അച്ഛാന്ന് പറയണം. അല്ല ജോലിയൊക്കെ എങ്ങനെ പോന്നു? കുഴപ്പമില്ല അച്ഛാ, വലിയ കുഴപ്പമില്ലാതെ പോന്നു. അല്ല എന്ന് നിനക്ക് അവിടെ റെസ്റ്റോറൻറ്റ് തന്നെ തുടരാനാണോ താല്പര്യം ചോദിക്കുക? അല്ല അച്ഛാ, എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങണമെന്നുണ്ട്. അതിന് കുറച്ച് പൈസയൊക്കെ വേണം. ആ പൈസ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടില്ല. ഒരു പക്ഷെ ലോണിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കിട്ടുമായിരിക്കും എന്ന് പറയാം. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, ശരിയാ, നന്നായിട്ട് ശ്രമിച്ചു നോക്ക്, ചിലപ്പോൾ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാനും ചെയ്തു തരാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്താച്ചാ? അല്ല നിനക്ക് ആ മധുസൂദന്റെ മോളെ അറിയാവുന്ന ചോദിക്കാണ്. മധുസൂദൻ അതാരാ? ആ KSRTC എംഡിയുടെ. ഓ മനസ്സിലായി, വർഷേനയാണോ അച്ഛാ? അതെ. അവളുമായിട്ട് നീ എങ്ങനെ കമ്പനിയാണെന്ന് ചോദിക്കുക. അതെന്താ അച്ഛാ അങ്ങനെ ചോദിച്ചേ? അവളെന്റെ ഫ്രണ്ടാന്ന് പറയണം. ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളോ അതിനപ്പുറം എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കും. അതെന്താ അച്ഛാ അങ്ങനെ ചോദിച്ചേ? അല്ല ഞാനങ്ങ് പറഞ്ഞതാ,
അതെ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അത് ഇവിടത്തോടു കൂടി നിർത്തിക്കോട്ടോ. മസൂദനെ അറിയാലോ, ആൾ പക്ക ഒരു ഉടായ്പ, ഒരു ഫ്രോഡാ അയാള്. കാരണം അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്ന് പറയാം. അച്ഛനും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല വർഷ ആള് പാവ വെച്ചാ നല്ല സ്വഭാവ. സച്ചേട്ടൻ ജയിലിൽ കിടക്കണ സമയത്ത് സച്ചേട്ടനെ രക്ഷിക്കാനായിട്ട് വന്നതൊക്കെ വർഷമായിരുന്നു പറയാം. അതെന്താണല്ലോ ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരുമായിട്ട് അധികം കമ്പനിക്കൊന്നും പോകണ്ടെന്ന് പറയാം. ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് അതും കൂടെ കട്ട് ചെയ്തേക്കാൻ പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് ശ്രീകാന്തിനൊന്നും മനസ്സിലായില്ല. അച്ഛൻ എന്താ പോലും ഇങ്ങനെ, അച്ഛൻ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, എന്താന്ന് മാത്രം മനസ്സിലായില്ല. അങ്ങനെ രവീന്ദ്രൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോ ചന്ദ്രമതി പെരയൊക്കെ തൂത്തുടച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി ഇന്ന് പതയിലും വിപരീതമായിട്ട്, ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ഞാൻ കാണുന്നല്ലോ എന്ന് പറയാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇവിടെ ആരാ പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ളേ? ശ്രുതിമോള് ബ്യൂട്ടി പാർലറിൽ പോകത്തില്ലേ? പിന്നെ ഒരുത്തിയുള്ളത് വീട്ടിൽ പോയേക്കുമല്ലേ ആടിമാസത്തിന്. അതുകൊണ്ട് പിന്നെ ഞാനല്ലേ മാത്രമല്ലേ ചെയ്യാനുള്ളതെന്ന് ചോദിക്കും. അത് അവള് സ്വന്തമായിട്ട് പോയതല്ലോ, നീ അവളെ പറഞ്ഞു വിട്ടേലേന്ന് ചോദിക്കും. അത് പിന്നെ ആടിമാസത്തിൽ അങ്ങനെ ഒന്നിച്ച് കഴിയുന്നത് ശരിയല്ലോ, അതുകൊണ്ടല്ലേ പറഞ്ഞു വിട്ടേന്ന് പറയാണ്. അതെ, അതൊക്കെ ശരി തന്നെ. പക്ഷേങ്കില് അവള് പോയ പറയാ സച്ചി എന്തിനാ പോയത് അതെനിക്ക് അറിയത്തില്ലാത്ത എന്ന് രവീന്ദ്രനോട് പറയണം. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് രാവിലെ എന്നെയും കൂടെ എത്തിക്കോണെന്ന്. എത്തിയില്ലെങ്കിലല്ലേ ഈ ചന്ദ്രമതി സ്വഭാവം ശരിക്കും അറിയാൻ പോന്നെ. ഭാര്യ പോയ പറയാ ഭർത്താവും പോയിരിക്കുന്നു ആടിമാസത്തെ വീട്ടിലേക്ക്, നാണമില്ലാത്തതെന്ന് പറയാണ്. അപ്പോഴാണ് സച്ചിയുടെ വരവ്. സച്ചി വന്നിട്ട് ചോദിച്ചു, എന്താച്ചാ ഭയങ്കര ഒരു ചർച്ചയാണല്ലോന്ന് പറയണം. ദേ നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞോളെന്ന് പറയാം. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, അപ്പൊ പേടിയുണ്ടല്ലേ? രാവിലെ വരാൻ പറഞ്ഞ ഉടനെ രാവിലെ വന്നിട്ടുണ്ടല്ലേ? അങ്ങനെ പേടിയൊക്കെ വേണമെന്ന് പറയാം. ഈ സമയം സച്ചി പറഞ്ഞു, അതെ ഞാൻ മാത്രല്ല വന്നിരിക്കുന്നത്, പിന്നെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറയണം. അപ്പൊ ആ ആളാരാന്ന് നോക്കാനായിട്ട് രണ്ടുപേരും കൂടെ ആകാംക്ഷപൂർവ്വം നോക്കണം. നോക്കിക്കഴിഞ്ഞപ്പോ രേവതി കയറി വരുന്നേ. രേവതിനെ കണ്ടത് ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് ചന്ദ്രമതി. കാരണം ആടിമാസത്തെ വീട്ടിൽ കൊണ്ടേ വിട്ടതാ, പിന്നെ ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ള രീതിക്ക് രേവതിനെ തന്നെ സൂക്ഷിച്ചു നോക്കുവാണ്. നീയോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.